ഹലോ ഗൈസ്. സോ വെൽക്കം ടു മൈ ഫസ്റ്റ് ട്രേഡിംഗ് വീഡിയോ. ഞാൻ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ നോർമലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഇൻഡെക്സിലാണ് ട്രേഡ് ചെയ്യുന്നത്, ഓപ്ഷൻ ബയറാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ആക്ച്വലി ഇന്ന് ഞാൻ മോർണിംഗ് തൊട്ട് വാച്ച് ചെയ്യായിരുന്നു നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഇന്നത്തെ ഒരു വ്യൂ വെച്ചിട്ട് 23 നിഫ്റ്റി 23,700 800 മുകളിൽ പോയി ഒരു ബ്രേക്കൗട്ട് എടുത്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ലോങ് പോകാനായിരുന്നു പ്ലാൻ, ഇല്ലെങ്കിൽ ഷോർട്ട് പൊസിഷൻ, അതായത് ഷോർട്ട് പൊസിഷൻ സെല് ചെയ്യാനായിരുന്നു ഓപ്ഷൻ, ഐ മീൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്യൂ അനുസരിച്ച് നിഫ്റ്റി ഏകദേശം 23,800 ബ്രേക്ക് ചെയ്തായിരുന്നു, പക്ഷേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നോർമലി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എടുക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഇത് വെച്ച് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ കൂടുതലും ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലാണ് എടുത്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ആക്ച്വലി എന്ത് പറ്റുന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്നത്തെ ഡേ ഹൈ പോയി തിരിച്ചു വന്ന സമയത്ത് തിരിച്ചു വന്ന് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തതിനു ശേഷം തേർഡ് റെഡ് ക്യാൻഡിലാണ് ഞാൻ ഇന്നത്തെ ഒരു ട്രേഡ് എടുത്തത്. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു 53,000 54,300 പി, അതാണ് ഞാൻ വാങ്ങിച്ചത്. ഇവിടെ നിന്നാണ്, ഈ ഒരു പൊസിഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ CPR, സെൻട്രൽ പിവറ്റ് റേഞ്ച്, അവിടെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് ഓഫ്കോഴ്സ് താഴെ ഡൈനാമിക് സോണിൻ്റെ അവിടെ ആയിട്ടായിരുന്നു, അല്ലെങ്കിൽ CPRൻ്റെ താഴത്തെ ലൈനിലായിട്ടാണ് എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് വെച്ചിരുന്നത്. ഓഫ്കോഴ്സ് ദ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്, അതായത് നമ്മുടെ ഡേ ഹൈക്ക് മുകളിലായിട്ടാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഐ മീൻ സ്റ്റോപ്പ് ലോസ് ഞാൻ അങ്ങനെ വയ്ക്കാറില്ല, ഓപ്ഷൻ ബൈ ആയതുകൊണ്ട് മാനുവലിയാണ് ഞാൻ എക്സിറ്റ് ചെയ്യാറ്. കാരണം സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് പോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ എപ്പോഴും മാനുവലായിട്ടാണ് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷം അത്യാവശ്യം താഴേക്ക് പോയി, മാർക്കറ്റ് താഴേക്ക് പോയായിരുന്നു. താഴേക്ക് പോയി, പക്ഷേ പിന്നെ അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ഉണ്ടായി നേരെ തിരിച്ച് എൻ്റെ SLന് അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ആ സമയത്ത് ഈ ഒരു ഇതിൻ്റെ ഇത് ഓഫാക്കിയിട്ടായിരുന്നു, എങ്ങനെയോ ഓഫായി പോയി. അപ്പോൾ എൻ്റെ ഒരു ലെവൽ ഞാൻ മാനുവലിയാണ് നോക്കിയത്. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. ഈ ഒരു പൊസിഷൻ എത്തിയപ്പോൾ തന്നെ, ഇന്നത്തെ ഹൈ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തായിരുന്നു. എക്സിറ്റ് ചെയ്തതിന് ശേഷം എന്ത് പറ്റിയെന്ന് കഴിഞ്ഞാൽ, പിന്നെ മാർക്കറ്റ് കറക്റ്റ് നേരെ ഡൗൺവേർഡ് പോയി എൻ്റെ ടാർഗറ്റിൻ്റെ അവിടെയും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്യൂ കറക്റ്റ് ആയിരുന്നു, പക്ഷേ എനിക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാൻ എക്സിറ്റ് ചെയ്തതാണ് ഇന്ന് പറ്റിയ ഒരു അബദ്ധം. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം. ഞാൻ കൈറ്റാണ് യൂസ് ചെയ്യുന്നത്, അസറോദയാണ് യൂസ് ചെയ്യുന്നത് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് 54,300 പി എടുത്തു. ഒരു 2,119 രൂപയുടെ ലോസാണ് ഞാനിന്ന് ബുക്ക് ചെയ്തത്. ആക്ച്വലി വ്യൂ കറക്റ്റ് ആയാലും നമ്മുടെ ഇമോഷൻ കറക്റ്റായിട്ട് വർക്ക് ആയിട്ടില്ലെങ്കിലും നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലോസ് കിട്ടാം. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും വേറെ ട്രേഡൊന്നും ചെയ്യുന്നില്ല. ആക്ച്വലി കാരണം പറഞ്ഞാൽ ഒരു ദിവസം ഒരു ട്രേഡ് എന്നുള്ളൊരു ഡിസിപ്ലിൻ ഞാൻ നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ലോസായും പ്രോഫിറ്റായും ഒരു ട്രേഡ് എന്നുള്ളതിലാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്യൂ കറക്റ്റ് ആയിരുന്നാലും എനിക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യണം, എന്നാലേ ഒരു നല്ല ട്രേഡർ ആവാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലോസ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇനി ഞാനിപ്പോൾ മാർക്കറ്റ് ജസ്റ്റ് വാച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം പറഞ്ഞാൽ ചാർട്ടിൻ്റെ പാറ്റേൺസ് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ മാർക്കറ്റ് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. പെട്ടെന്ന് മോഷൻ കയറി വേറെ ട്രേഡൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്തൊരു ട്രേഡിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.